വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഒരു പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നമുക്ക് മെയിൽ ഗമേറ്റ് എന്ന് പറയാം. മെയിൽ ഗമേറ്റ് അല്ല, മെയിൽ ഗാമിറ്റോഫൈറ്റ്. ആ ഒരു മെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെ മെച്യൂർ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്പോറോജെനിസിസ് വഴി മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ് പഠിച്ചു. അതായത് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി, അത് മെച്ചുറേഷൻ ചെയ്ത് ഡിസിൻറ്റഗ്രേഷൻ നടത്തി 4 മൈക്രോസ്പോർ ഉണ്ടാകുമെന്ന് പഠിച്ചു. ആ ഒരു മൈക്രോസ്പോറിൽ നിന്ന് എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ്, മെച്യൂർ ആയിട്ടുള്ള മൈക്രോസ്പോറിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറയാം, അതിനെയാണ് മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. ആദ്യം ആ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതെന്നും കൂടി ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് സ്ട്രക്ചറിലോട്ട് പോവാം. ആദ്യം ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു പോളൻ ഗ്രെയിൻസ്, ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ടെട്രാഡ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് 4 മൈക്രോസ്പോർ ആയിട്ട് മാറുമ്പം മെച്ചുറേഷൻ്റെ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ജസ്റ്റ് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും അതിനൊരു ന്യൂക്ലിയസ്, ഒറ്റൊരു ന്യൂക്ലിയസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ആദ്യം. അതിനുശേഷം മെച്ചുറേഷൻ ആകുമ്പം ആദ്യം ഈ ഒരു പോളൻ ഗ്രെയിൻസിന് 2 ലെയർ ഉണ്ട്. 2 ലെയർ ആയിട്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ലെയർ, അതാണ് ഇന്നർ ലെയർ. അതായത് ഇത് സൈറ്റോപ്ലാസം ആണ്, ഇത് ന്യൂക്ലിയസ് ആണ്. ആ സൈറ്റോപ്ലാസത്തിന് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിന് ചുറ്റുമുള്ള ആ ഒരു ഇന്നർ ലെയറിന് പറയുന്ന പേരാണ് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൈൻ എന്ന് പറയുന്നത് ഇന്നർ ലെയർ ആണ്. സെല്ലോസ് ആൻഡ് പെക്റ്റിൻ എന്ന് പറയുന്ന 2 സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളുടെ ഇൻറ്റൈൻ എന്ന് പറയുന്നത്. സോ ഇനി അതിന് ശേഷം ഇൻറ്റൈനെ കവർ ചെയ്തിട്ട് കുറച്ച് തിക്ക് ഹാർഡ് ആയിട്ടുള്ള ഒരു ലെയറും കൂടി ഉണ്ട്. അതിന് ഇതേപോലെ ഹാർഡ് ആയിട്ടുള്ള ആ ഒരു ലെയറിന് പറയുന്ന പേരാണ് എക്സൈൻ. സോ ഇന്നർ ഇൻറ്റൈൻ, ഔട്ടർ എക്സൈൻ, എക്സ് ഔട്ട്, ആ ഒരു മീനിങ് നോക്കിയാൽ മതി. സോ ഒരു എക്സൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സ്പോറോപൊളൻ എന്ന് പറയുന്ന ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഔട്ടർ എക്സൈൻ ആണല്ലോ നമ്മൾ ഈ പോളൻ ഗ്രെയിൻസ് കാറ്റിലൂടെയോ അല്ലെങ്കിൽ സൂഫിലി വഴിയോ ആനിമൽസ് വഴിയോ ഒക്കെ പോളിനേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതിനൊരു പ്രൊട്ടക്ഷൻ വേണം. ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിംഗ് ആണ് നമ്മുടെ എക്സൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സൈന് എക്സ്ട്രീം ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആൽക്കലീൻ്റെ ആക്ടിവിറ്റിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് സ്പോറോപൊളനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോറോപൊളനിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈൻ. സോ ഇത്രയാണ് ആദ്യം ആ ഒരു പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുക. ശേഷം ഈ ഒരു പോളൻ ഗ്രെയിൻസിന് മയോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ന്യൂക്ലിയസിനും ഡിവിഷൻ നടക്കും, അതിനുശേഷം സൈറ്റോപ്ലാസത്തിനും രണ്ടിനും ഡിവിഷൻ നടക്കുന്നുണ്ട്. കാരിയോഗമി നടക്കുന്നുണ്ട്, ഡൈകാരിയോണും നടക്കുന്നുണ്ട്. അപ്പം ന്യൂക്ലിയസിനും ഡിവിഷൻ നടന്നിട്ട് 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും. ഓക്കെ, ആ 2 ന്യൂക്ലിയസ്, ഇതൊരു ന്യൂക്ലിയസ് ഉള്ള ഒരു ലാർജ് സെല്ലും താഴെ ഒരു സ്മോൾ സെല്ലും ആയിട്ട് മാറും. അപ്പം ഈ ഒരു സെല്ലിന് നമ്മൾ 2 പേരിട്ട് വിളിക്കുന്നുണ്ട്, ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും. ഈ ഒരു ജനറേറ്റീവ് സെല്ല് എന്ന് വെച്ചാൽ ഇതിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു സെല്ലിനെയാണ് ജനറേറ്റീവ് സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജനറേറ്റീവ് സെല്ലിൽ എന്തില്ല, ഇവിടെ ഞാൻ കുറേ റെഡ് കളറിൽ ഗ്രാന്യൂൾസ്, അതായത് ഫുഡ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ എന്തില്ല, ആ ഗ്രാന്യൂൾസ് ഇല്ല. അഗ്രാനുലാർ ആയിട്ടുള്ള റീജിയൻ ആണ് നമ്മുടെ ജനറേറ്റീവ് സെല്ല്. അവ സ്മോൾ ആണ്. പിന്നെ അതിൻ്റെ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിലുള്ള ഈ ഒരു ന്യൂക്ലിയസ് ആണ് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, നമ്മുടെ ജനറേറ്റീവ് സെല്ലിലുള്ള ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നത്. സോ നെക്സ്റ്റ് പാർട്ടാണ് നമ്മുടെ ലാർജ് ഗ്രാനുലാർ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെല്ല് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഇറഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ്, അതായത് ഗ്രാനുലാർ റീജിയൻ ആയതുകൊണ്ട് അബണ്ടന്റ് ആയിട്ടുള്ള സ്റ്റോർ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ടിപ്പിക്കൽ പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ. അത് കൂടാതെ ഈ ഒരു നമ്മുടെ എക്സൈൻ റീജിയനിലെ ചില ഭാഗത്ത് ചില സെൽസ് ഉണ്ടാവും. ആ സെൽസ് ഡെവലപ്പ്, അവിടെ ഒരു സെൽസ് അല്ല, വേണമെങ്കിൽ നമുക്ക് ഒരു പോർ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പോർ, ചില സ്ഥലങ്ങളിൽ ചില പോർസ് കാണുന്നുണ്ട്.
ആ ഒരു പോറിനെയാണ് നമ്മൾ ജേം പോർ എന്ന് പറയുന്നത്. ഈ ഒരു ജേം പോറാണ് പോളൻ ട്യൂബ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഗാമറ്റോഫൈറ്റ് ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ പോളൻ ട്യൂബ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പോളിനേഷന് മുന്നേ. അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ ജേം പോഴ്സിൽ നിന്നാണ്. പോളിനേഷന് മുന്നേ അല്ല, ആ പോളിനേഷൻ ചെയ്യണമെങ്കിൽ സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു പോളൻ ട്യൂബ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. സോ ഇത്രയാണ് ഒരു പോളൻ ഗ്രെയിൻസിന്റെ ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പോളൻ ഗ്രെയിൻസ് ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റ്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യാണ്. അതായത് മൈക്രോസ്പോറോജെനിസിസ് എന്ന പ്രോസസ്സ് വഴി നമ്മുടെ ആന്തറിലുള്ള സ്പോറോജനസ് ടിഷ്യൂവിന് ഡിവിഷൻ നടന്ന് ടെട്രാഡ് ഉണ്ടായി. അതിൽ തന്നെ സെപ്പറേഷൻ നടന്ന് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തു. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഒരു മൈക്രോസ്പോറിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒറ്റ സെല്ലുള്ള ഒറ്റ ന്യൂക്ലിയസ് ഉള്ള ഒരു സ്ട്രക്ചർ. ദെൻ സെൽ ഡിവിഷൻ നടക്കുന്നത്. സെല്ലും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടാകും? രണ്ട് സെല്ലുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും. ഔട്ടർ ഇൻഡൈൻ, എക്സൈൻ, രണ്ട് സെല്ല്, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും, അങ്ങനെ രണ്ട് സെല്ല് ഉണ്ടാകും. ദെൻ ഈ ഒരു പോളൻ ഗ്രെയിൻസ് കാറ്റ് വഴിയോ ആനിമൽസിന്റെ ഒക്കെ വഴി എന്തുണ്ടാകും? ഒരു ഫീമെയിൽ ഫ്ലവറിലുള്ള സ്റ്റിഗ്മയുടെ മുകളിൽ എത്തി. സ്റ്റിഗ്മയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി താഴോട്ടേക്ക് അവ ഓവറിയിലെ ഒവ്യൂളിലൊക്കെ എത്തണമെങ്കിൽ അവയ്ക്ക് ജെർമിനേഷൻ നടക്കണം. സോ ഈ ഒരു പോളൻ ട്യൂബ് ഫോർമേഷൻ ആണ് നമ്മളുടെ പോളൻ ഗ്രെയിൻസിന്റെ ജെർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ജെർമിനേഷൻ നടന്നിട്ട് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു. പോളൻ ട്യൂബ് എവിടുന്ന ഫോം ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഏതെങ്കിലും ഒരു ജേം പോസിൽ നിന്നാണ്. ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ്, ഈ ഒരു സൈറ്റോപ്ലാസ്മിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ആണ്. സോ അതിലുള്ള ഈ ഒരു സ്മോൾ ജനറേറ്റീവ് സെല്ലിലുള്ള ന്യൂക്ലിയസ് അറ്റ് എ ടൈം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആ ന്യൂക്ലിയസ് ആണ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? നമ്മളുടെ പോളൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ പോളൻ ട്യൂബിലുള്ള ഈ ന്യൂക്ലിയസിനെ നമ്മളുടെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ന്യൂക്ലിയസിനെ നമ്മൾ മെയിൽ ഗമേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ സമയത്തല്ല, നമ്മൾ ജെർമിനേഷൻ എപ്പോഴാണ് നടക്കുന്നത്? പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞ പാടാണ് ഈ ഒരു ജെർമിനേഷൻ, പോളൻ ജെർമിനേഷൻ നടന്നിട്ട് സ്റ്റൈല് വഴി ഊർന്നിറങ്ങുന്ന ആ ഒരു പ്രോസസ്സ് അടുത്തതിൽ പറയുന്നുണ്ട്. സോ പോളൻ ഗമേറ്റ്സ് ഫോർമേഷൻ വരെയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അതിനുശേഷം ഫീമെയിൽ ഫ്ലവറിന്റെ പാർട്ടും അതിൽ മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, ലാസ്റ്റ് ഫെർട്ടിലൈസേഷൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.